നമസ്കാരം. ഇറാൻ യുദ്ധത്തിന്റെ ഗിയറുകൾ മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടപടലം പെട്ടിരിക്കുകയാണ്. ട്രംപും നെതന്യാഹുവും കൂടി വളരെ വലിയൊരു മാസ്റ്റർ പ്ലാനാണ് ഉണ്ടാക്കിയത്. ആ മാസ്റ്റർ പ്ലാൻ ഒന്നാമത്തെ ദിവസം തന്നെ തകർന്നുപോയി. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നേടാമെന്ന് ട്രംപിനെ ആരൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇറാനെ അപ്രതീക്ഷിതമായിട്ട് ആക്രമിച്ചത്. ആ മാസ്റ്റർ പ്ലാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ, ട്രംപിനെ ആരൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇറാനിയൻ ജനത മൊത്തം അവിടുത്തെ ഭരണകൂടത്തിന് എതിരാണ്. ആയത്തുള്ള അലി ഖമനയെ ഇറാനിയൻ ജനത മൊത്തത്തിൽ വെറുക്കുന്നു. അതുകൊണ്ട് അയാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഇറാനിയൻ ജനത അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം കൈപ്പിടിയിലാക്കും. പിന്നെ അവരെ നമുക്ക് സുഖമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തുക എന്നുള്ള ഒരു ടാർഗറ്റ് മുമ്പിൽ വെച്ചുകൊണ്ടാണ് അമേരിക്ക ഈ ആണവ ചർച്ച എന്ന് പറയുന്ന നാടകമെല്ലാം നടത്തിയത്. എന്നാൽ ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇറാനിയൻ ജനതയ്ക്ക് വളരെയധികം രോഷം അവിടുത്തെ ഭരണകൂടത്തോട് ഉണ്ടാകത്തക്ക പോലെ അതിൻ്റെ ഒപ്പം മറ്റൊരു സംഭവം കൂടി ചെയ്യണമെന്നും അവർ പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് ഒരു സ്കൂളിൽ പഠിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള പെൺകുഞ്ഞുങ്ങളെ ഒരു ദയമില്ലാത്ത ഈ രാക്ഷസന്മാർ കൊലപ്പെടുത്തിയത്. ആ കുഞ്ഞുങ്ങൾ അങ്ങനെ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ഇറാനിയൻ ജനതയ്ക്ക് അവിടുത്തെ ഭരണകൂടത്തോടുള്ള രോഷം അത്യധികമായിട്ട് കൂടുമെന്നും ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ട് കഴിഞ്ഞതിനാൽ അവർക്ക് ഭരണകൂടത്തോട് അല്പം പോലും പേടി കാണില്ലെന്നുമായിരുന്നു ട്രംപിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. ട്രംപ് വിശ്വസിച്ചത്. ഒരു ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമെന്ന് ട്രംപ് കരുതി. അപ്പുറത്ത് അബ്രഹാം ലിങ്കണും ജെറാൾഡും ഒക്കെ വന്നു കിടക്കുന്നത് കൊണ്ട് യുദ്ധം ചെയ്യാനുള്ള തൻ്റെ ഇടമൊന്നും ഇറാൻ കാണിക്കില്ല എന്നും അവർ കണക്കുകൂട്ടി. പക്ഷേ ട്രംപ് പിന്നീട് കാണുന്നത് അങ്ങേരെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഇറാനിയൻ ജനത ഒറ്റക്കെട്ടായിട്ട് ഭരണകൂടത്തിൻ്റെ ഒപ്പം ചേരുന്ന കാഴ്ചയാണ് അലി ഖമനയുടെ കൊലപാതകത്തോടെ അവർ കാണുന്നത്. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയത് ഇസ്രായേലാണ് എന്ന അറിവ് കൂടി അവർക്ക് കിട്ടിയതോടുകൂടി അവർക്ക് ട്രംപിനോടും ഇസ്രായേലിനോടുമുള്ള രോഷവും വെറുപ്പും പഴയതിനേക്കാൾ ഏറെ ഇരട്ടിച്ചു. ഒരു ദിവസം കൊണ്ട് എല്ലാം തീർക്കാമെന്ന് കരുതി ഇറങ്ങിപ്പുറപ്പെട്ട ട്രംപ് ഇപ്പോൾ അടപടലം പെട്ടുകിടക്കുകയാണ്. കാരണം ഇറാൻ്റെ ആക്രമണം അവർ ജൂൺ മാസത്തിൽ നടത്തിയ അതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. ജൂണിൽ അവരെങ്ങനെയാണ് യുദ്ധം ചെയ്തത്? തുടക്കത്തിൽ ഇസ്രായേലിൻ്റെ അതിശക്തമായിട്ടുള്ള ആക്രമണം കഴിഞ്ഞപ്പോൾ, അവരുടെ കുറേയേറെ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇറാൻ കുറച്ച് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചു. അങ്ങനെ ഇറാൻ ഡ്രോണുകൾ അയച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ഇസ്രായേലി ഭക്തർ പറഞ്ഞു, അവിടെ നിന്നും കിളവൻ കുറച്ച് ഡ്രോണുകൾ അയച്ചിട്ടുണ്ട്, മിക്കവാറും 2-3 ആഴ്ച കഴിഞ്ഞ് അതങ്ങ് ഇസ്രായേലിൽ ചെല്ലുമ്പോൾ അവരത് കല്ലെറിഞ്ഞ് താഴെയിടുമെന്ന്. അങ്ങനെ ഇസ്രായേലിലേക്ക് തീരെ വില കുറഞ്ഞ ഡ്രോണുകൾ കുറേശ്ശെ അയച്ച് ഇസ്രായേലിൻ്റെ ഇൻ്റർസെപ്റ്റർ സിസ്റ്റത്തിനെ മെല്ലെ മെല്ലെ ക്ഷീണിതമാക്കി അവർക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ശക്തി പൂർണ്ണമായും ഇല്ലാതായി. ഇസ്രായേലിൻ്റെ ആകാശം തങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സമയത്താണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ സുഗമമായിട്ട് ചെന്ന് നാശം വിതയ്ക്കാൻ തുടങ്ങിയപ്പോൾ നെതന്യാഹുവിന് മനസ്സിലായി രക്ഷപ്പെട്ടേ മതിയാകൂ. അങ്ങനെ ആ സമയത്താണ് ട്രംപിനെ കൂട്ടുപിടിച്ച് രക്ഷപ്പെട്ടത്. ഇപ്പോഴും ഇറാൻ പയറ്റുന്നത് അതേ തന്ത്രമാണ്. ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും പക്കലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം ഏതാണ്ട് തീരാറായി എന്നാണ്. അവരുടെ പക്കൽ ഡിഫെൻഡ് ചെയ്യാൻ മിസൈലുകളില്ല. ഇറാൻ ഇതുവരെയും ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലായിട്ടും ഡ്രോണുകളാണ്. അവർ ബാലിസ്റ്റിക് മിസൈലുകളോ അത്യന്താധുനിക പുതിയ തരം മിസൈലുകളോ ഒന്നും തന്നെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും എല്ലാം കൈകളിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം തീർന്നു കഴിയുമ്പോൾ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ബോധ്യമാകുമ്പോഴാണ് യഥാർത്ഥ യുദ്ധം നമ്മൾ കാണാൻ പോകുന്നത്. അമേരിക്കയ്ക്ക് ഈ അപകടം മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ അമേരിക്കയെ കൂട്ടുപിടിച്ചത്. അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് നോക്കിയിട്ടും ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇറാനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിനിപ്പോൾ ട്രംപ് നിലവിളിക്കുകയാണ് യൂറോപ്പിനോട്, ഞങ്ങളെ സഹായിക്കണം. സ്പെയിൻ പറഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞു, ഞങ്ങളുടെ ഭൂമി നിങ്ങളുടെ അനാവശ്യത്തിന് വിട്ടുതരില്ല. ബ്രിട്ടനും അത് തന്നെയാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ എങ്ങനെയൊക്കെയോ ചില കണ്ടീഷൻസ് വെച്ച് സമ്മതിച്ചിട്ടുണ്ട്. ജർമ്മനിയോട് പറഞ്ഞു ഞങ്ങളോട് യുദ്ധത്തിന് ചേരണം. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായി അമേരിക്ക ആസന്നമായ പരാജയത്തിലേക്ക് പോവുകയാണ്, ഇസ്രായേലും പരാജയത്തിലേക്ക് പോവുകയാണ്, തങ്ങളും കൂടി ചേർന്നാൽ തങ്ങളും പരാജയപ്പെട്ടു എന്നാവും ഒടുവിൽ ലോകമറിയാൻ പോകുന്നത്. അതുകൊണ്ട് പരാജയം മാത്രം സമ്മാനിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ. ട്രംപിനും
ഇസ്രായേലിനും, അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരുമിച്ച് നിന്നിട്ടും ഇറാനെ തകർക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമാണ് അതിൻ്റെ ഉത്തരം. ഇറാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നു. ഏത് സമയത്തും ഇത്തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം തങ്ങൾക്ക് നേരെ വരും എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അവരെ തകർക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ട്രംപിനും നെതന്യാഹുവിനും മനസ്സിലായി. ഇപ്പോൾ അവർ പിടിച്ചു നിൽക്കുന്നത് വാചകമടിയിൽ മാത്രമാണ്. ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു വിജയമായിട്ട് പലരും കരുതുന്നുണ്ട്. എന്നാൽ ഇറാനെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് വിജയമായിട്ടാണ് അവർ കാണുന്നത്. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നത് ഒരു വിജയമായിട്ടും ഒരു വലിയ മഹത്തായ കാര്യമായിട്ടും കാണുന്ന പൈതൃകമുള്ള ഒരു രാജ്യമാണ്. അവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. അവരെ സംബന്ധിച്ച് അവരുടെ വിജയമാണ് പ്രധാനം. ആത്യന്തികമായിട്ട് ആര് വിജയിക്കുന്നു എന്നത് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്ര പേര് മരിച്ചു, ഇവിടെ ഇത്ര പേരെ മരിച്ചുള്ളൂ എന്നൊക്കെയുള്ള വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൂടാതെ നമുക്കറിയാം, മാധ്യമങ്ങളെല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിയന്ത്രണത്തിലാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ഏൽക്കുന്ന തിരിച്ചടികൾ നമ്മുടെ മുമ്പിലേക്ക് അതേപടി ഒരിക്കലും വരില്ല. തങ്ങൾക്ക് നേരിടുന്ന നാശനഷ്ടങ്ങൾ ഒരിക്കലും അവർ പുറം ലോകം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങൾ വലിയ പുള്ളികളല്ലേ. അതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന പല പ്രത്യാഘാതങ്ങളും അതേപടി ഒരിക്കലും നമ്മൾ ഇന്ന് വായിക്കുന്ന ഒരു മാധ്യമങ്ങളിലും വരില്ല. അല്ലാതെ ഏതെങ്കിലും ഒരാൾ കുറേ കാലം കഴിഞ്ഞ് ഏതെങ്കിലും മാധ്യമം മറ്റേതെങ്കിലും രൂപത്തിൽ അത് കണ്ടെത്തി പുറത്തുവിട്ടെങ്കിൽ മാത്രമേ നമ്മൾ അറിയുകയുള്ളൂ. ഇസ്രായേലിൽ കടുത്ത നിയന്ത്രണമുണ്ട്. അവിടെ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഒരാൾ പോലും വീഡിയോ എടുക്കാൻ പാടില്ല, അത് പുറത്തേക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ജനങ്ങളെ അവിടെ ഇക്കാര്യത്തിൽ വളരെയധികം സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് അതുപോലെ തന്നെ അവരുടെ ആസ്ഥാനങ്ങളിൽ ഏൽക്കുന്ന ആഘാതം ഗൾഫ് രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തന്നെ അതേപടി പുറത്തുവിടരുത്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കണം. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങൾക്ക് അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവരുടെ രാജ്യങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ അറിയാറില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഈ സമയത്ത് ഇറാൻ ഗിയർ 1 നിന്നും 2 അതിൽ നിന്ന് 3 മാത്രം ഇട്ടിരിക്കുകയാണ്. ഇനി 4, 5, 3 ഗിയറുകൾ കൂടി അവർക്ക് മാറാനുണ്ട്. അവർ 4ാം ഗിയറിലേക്ക് കയറുമ്പോൾ തന്നെ മിക്കവാറും ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഗിയർ മാറേണ്ടി വരുമോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ എങ്ങനെ ഈ അവസ്ഥയിൽ നിന്നും തടിയൂരാം എന്നുള്ള കൂലങ്കഷമായ ചിന്തയിലാണ് ട്രംപ്. ഒന്നുകിൽ ഇറാൻ്റെ മുമ്പിൽ ചെന്ന് അവർ മുട്ടുകുത്തണം, ഞങ്ങൾ ഉടമ്പടിക്ക് തയ്യാറാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ആക്രമണം നിർത്തണം എന്ന് ട്രംപ് ഇറാനോട് അപേക്ഷിക്കണം. അങ്ങനെ അപേക്ഷിച്ചാൽ പോലും അവർ കേൾക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അവർക്ക് ഈ പ്രശ്നം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം എന്നുള്ള ചിന്തയാണ് ഇപ്പോഴുള്ളത്. നമ്മൾ ഈ അടുത്ത സമയത്ത് കേട്ട ഒരു വാർത്തയാണ് ഇറാനിലൊരു ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത്. നമ്മുടെ ഒരു അനുമാനം ശരിയാണെന്നുണ്ടെങ്കിൽ അത് 100% ഇറാൻ അവരുടെ ന്യൂക്ലിയർ വെപ്പൺ പരീക്ഷിച്ചതാണ്. ഇറാൻ്റെ പക്കൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അത് അവരുണ്ടാക്കിയതാവണമെന്നില്ല. അവർക്ക് ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും നല്ല ബന്ധമുണ്ട്. അവിടെ നിന്നും 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് നിസ്സാരമായിട്ട് ബോംബ് ഉണ്ടാക്കാൻ പറ്റും. ഉക്രൈൻ യുദ്ധം നടത്തുന്ന റഷ്യയ്ക്ക് ഒരുപാട് ആയുധങ്ങൾ, ഡ്രോണുകൾ ഉൾപ്പെടെ ഇറാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. പകരം അവിടെ നിന്നും ഇറാൻ്റെ പക്കലില്ലാത്ത ന്യൂക്ലിയർ ബോംബ് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ന്യായമായിട്ട് അനുമാനിക്കാം. അങ്ങനെ ഒരു സാധനം കയ്യിലിരിക്കുന്നതിൻ്റെ കൂടി കോൺഫിഡൻസ് ആവണം ഇറാനി കാണിക്കുന്നത്. കാരണം അമേരിക്കയും ഇസ്രായേലും ന്യൂക്ലിയർ പവറുകളാണ്. നാളെ അവർ ഗതികെട്ടിട്ട് ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ ഇറാൻ പ്രിപ്പയർഡ് ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഇപ്പോൾ അവിടെ കേട്ടു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഭൂമികുലുക്കം. എന്തായാലും ശരി, നെതന്യാഹുവും ട്രംപും പെട്ടിരിക്കുകയാണ്. ഈ കുരുക്കിൽ നിന്നും ഇനി എങ്ങനെ ഊരിപ്പോകാമെന്നുള്ളത് അവർക്ക് ഒരു പിടിയുമില്ല. കഴിഞ്ഞ തവണ ട്രംപ് ഒരു നാടകം കളിച്ച് യുദ്ധം നിർത്തിയെങ്കിൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു നാടകവും വിലപ്പോവില്ല. ഇറാൻ തീരുമാനിക്കാതെ ഈ യുദ്ധം നിൽക്കാനും പോകുന്നില്ല.